ചേംബർ. അപ്പോൾ സ്കൂൾ കുട്ടികൾക്കായിട്ടുള്ള ഹിന്ദി പാഠഭാഗങ്ങൾ ലളിതമായ മലയാള ഭാഷയിൽ വിവരിച്ചു കൊടുക്കുന്നതിനായിട്ട് നമ്മൾ തുടങ്ങിയ ഒരു പുതിയ ചാനലാണ് ഹിന്ദി ചേംബർ. അപ്പോൾ സ്കൂൾ കുട്ടികൾക്കായിട്ടുള്ള ഹിന്ദി പാഠഭാഗങ്ങൾ നിങ്ങൾക്ക് ഇതിലെ സിമ്പിൾ ആയിട്ടുള്ള മലയാളം എക്സ്പ്ലനേഷനോടെ വ്യാകരണ ഭാഗവും അതുപോലെ പാഠഭാഗങ്ങളും സിമ്പിൾ ആയിട്ട് ഇതിൽ ലഭിക്കും. അപ്പോൾ ഇതിലെ ക്ലാസ്സുകൾ നയിക്കുന്നത് 20 വർഷത്തിൽ പരം അധ്യാപന രംഗത്തെ എക്സ്പീരിയൻസ് ഉള്ള ബാബു എൻ പനക്കലാണ്. അപ്പോൾ ഇന്നത്തെ ആദ്യത്തെ ക്ലാസ്സിൽ നമ്മൾ 10ാം ക്ലാസ്സിലെ കുട്ടികളുടെ ഒന്നാമത്തെ ചാപ്റ്ററായ ബീർ ബഹൂട്ടിയിലെ വ്യാകരണ ഭാഗത്തെ സർവനാമമാണ് പഠിക്കുന്നത്. അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ മലയാളത്തിൽ പഠിക്കുന്നതാണ് സർവനാമം. സർവനാമങ്ങൾക്കും പകരമായി ഉപയോഗിക്കാവുന്ന നാമതുല്യമായ പദങ്ങളാണ് സർവനാമം. ഉദാഹരണത്തിന് ഇപ്പൊ രാമൻ എന്നുള്ളൊരു പേര്, രാമൻ വന്നു, രാമൻ പഠിക്കുന്നു, രാമൻ. അപ്പൊ രാമൻ 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 എന്ന് നമ്മൾ ഉപയോഗിക്കുമ്പോൾ അത് കേൾക്കുന്നത് മൂലമുള്ള ആവർത്തന വിരസത ഒഴിവാക്കാനായിട്ട് രാമൻ വന്നു, അവൻ പഠിക്കുന്നു. അപ്പോൾ അവൻ എന്ന പദം അത് രാമന് പകരമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് മലയാളത്തിൽ. അപ്പോൾ അത്തരത്തില് നാമങ്ങൾക്ക് പകരമായിട്ട് ഉപയോഗിക്കുന്ന നാമതുല്യമായ പദങ്ങൾ നമ്മൾ സർവനാമം എന്ന പേരിൽ മലയാളത്തിൽ പഠിക്കുന്നത് പോലെ ഹിന്ദിയില് സർവനാമങ്ങളെ പറ്റിയാണ് സാറ് ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. അപ്പോൾ സാറിന്റെ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നുള്ള ദിവസങ്ങളിലായിട്ട് ബാക്കി പാഠഭാഗങ്ങളും സിമ്പിൾ എക്സ്പ്ലനേഷനോടെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ നമുക്ക് ആദ്യത്തെ ചാപ്റ്ററിലേക്ക് കടക്കാം. ഡിയർ സ്റ്റുഡൻസ്, ഞാൻ ബാബു എൻ പനിക്കൽ. എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കേരള സിലബസ് 10ാം ക്ലാസ്സിലെ ഹിന്ദി പാഠപുസ്തകത്തിലെ ഒന്നാമത്തെ ചാപ്റ്റർ പേരെന്താ? ബീർ ബഹൂട്ടി. ആ ചാപ്റ്ററിലെ ഗ്രാമർ പാർട്ടാണ് നമ്മൾ പഠിക്കുന്നത്. ബീർ ബഹൂട്ടിലെ ഗ്രാമർ പാർട്ടിന്റെ പേരെന്താണ്? സർവനാമം. സർവനാമം. സർവനാം. സർവനാം കിസേ കാത്തെ ഹേ? സർവനാം എന്ന് പറഞ്ഞാൽ എന്താണ്? നാം കെ ബദലെ പ്രയുക്ത് ഹോനെ വാലെ ശബ്ദ കോ സർവനാം കഹത്തെ ഹേ. നാം കെ ബദലെ പ്രയുക്ത് ഹോനെ വാലെ शब्द को सर्वनाम कहते हैं. नाम किसे कहते हैं? संज्ञा को नाम कहते हैं. संज्ञा. सो संज्ञा किसे कहते हैं? संज्ञा എന്ന് പറഞ്ഞാൽ എന്താണ്? किसी व्यक्ति, वस्तु, स्थान आदि का बोध कराने वाले शब्द को संज्ञा कहते हैं. संज्ञा किसे कहते हैं? നാമം എന്ന് പറഞ്ഞാൽ എന്താണ്? किसी व्यक्ति, वस्तु, स्थान आदि का बोध कराने वाले ശബ്ദ കോ നാം കഹത്തെ ഹെ, സംജ്ഞ കഹത്തെ ഹെ. ഏതെങ്കിലും ഒരു വ്യക്തിയുടെയോ വസ്തുവിന്റെയോ പേരിനെയാണ് നാമം എന്ന് പറയുന്നത്. അപ്പോൾ ശബ്ദ എന്താണ്? ശബ്ദ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. വർണ്ണോ കെ സാർത്ഥക മേൽ കോ ശബ്ദ കഹത്തെ ഹെ. വർണ്ണങ്ങളുടെ അർത്ഥമുള്ള കൂടിച്ചേരലിനെയാണ് ശബ്ദ എന്ന് പറയുന്നത്. ഇതെല്ലാം ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ഇത്രയ്ക്ക് വിശദീകരിച്ചുള്ള ഒരു പഠനം നിങ്ങൾക്ക് ആവശ്യമില്ല. നിങ്ങൾക്കിപ്പോൾ ആവശ്യമുള്ളത് 10ാം ക്ലാസ്സിൽ ചോദിക്കുന്ന ചോദ്യപേപ്പറിൽ സർവനാം വിഭക്തി പ്രത്യയവുമായിട്ട് ചേരുമ്പോൾ ഉണ്ടാകുന്ന പരിവർത്തനമാണ് ചോദിക്കുന്നത്. ഉറപ്പായ ചോദ്യവുമാണ്. 2 മാർക്കിന് ഇത് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ചോദിച്ചിരിക്കും. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടെ നിങ്ങൾ കേട്ടിരിക്കുക. വളരെ എളുപ്പത്തിൽ പഠിക്കാവുന്നതാണ്. അപ്പോ നമുക്ക് സർവനാമിലേക്ക് തിരിച്ചു വരാം. സർവനാം കിസേ കാത്തെ ഹെ? നാം കെ ബദലെ പ്രയുക്ത് ഹോനെ വാലെ ശബ്ദ കോ സർവനാം കഹത്തെ ഹെ. അപ്പോൾ ഏതൊക്കെയാണ് സർവനാമങ്ങൾ? ഇനി നമുക്ക് ഫാസ്റ്റ് ആയിട്ട് അത് പഠിച്ചാൽ മതി. സർവനാമങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ നമുക്കറിയാം. യഹ്, വഹ്, യേ, വേ, മേം, हम, तू, तुम, आप, कौन, कोई, जो. ഇതാണ് സർവനാമങ്ങൾ. യഹ്, ഇവൻ, ഇവൾ, ഇത്, ഈ. വഹ്, അവൻ, അവൾ, അത്, ആ. യേ, ഇവർ, ഇദ്ദേഹം, ഇവ, ഈ. വേ, അവർ, അദ്ദേഹം, അവ, ആ. മേൻ, ഞാൻ, ഹം, ഞങ്ങൾ, തു, നീ, തും, നിങ്ങൾ, ആപ്, താങ്കൾ, കോൻ, ആര്, ഏത്, കോയി, ആരോ, ഏതോ, ജോ, യാതൊരു, യാതൊന്ന്. ഇതിലെ തു, തും, ആപ് നിങ്ങൾ നേരത്തെ ചെറിയ ക്ലാസ്സിൽ വിധിരൂപം എന്ന് പറഞ്ഞ് പഠിച്ചിട്ടുണ്ട്.
അപ്പോൾ തു, തും, ആപ്, കോൻ, കോയി, ജോ. യഹന്റെ ബഹുവചനം യേ, വഹിന്റെ ബഹുവചനം വേ. ഇനി ഈ യഹ് എന്ന് പറയുന്ന സർവനാമം മുതൽ ജോ വരെയുള്ള സർവനാമങ്ങളോട് വിഭക്തി പ്രത്യയങ്ങൾ ചേരുമ്പോൾ ആ സർവനാമങ്ങൾക്കുണ്ടാകുന്ന പരിവർത്തനമാണ് നമുക്ക് പരീക്ഷയ്ക്ക് ചോദ്യമായിട്ട് വരുന്നത്. അപ്പോൾ ഇനി നമുക്ക് വിഭക്തി പ്രത്യയത്തിലേക്ക് ഒന്ന് കടക്കാം. ഒന്ന് ശ്രദ്ധിക്കുക, എന്താണ് വിഭക്തി പ്രത്യയം? വിഭക്തി പ്രത്യയ, വിഭക്തി പ്രത്യയം. എന്താണ് വിഭക്തി प्रत्यय? विभक्ति प्रत्यय किसे कहते हैं? नामों के बीच या सर्वनामों के बीच संबंध जोड़ने वाले छोटे छोटे शब्द को विभक्ति प्रत्यय कहते हैं. നാമങ്ങൾ തമ്മിലോ സർവനാമങ്ങൾ തമ്മിലോ അല്ലെങ്കിൽ ഒരു നാമത്തെയും മറ്റൊരു സർവനാമത്തെയും തമ്മിലോ ബന്ധിപ്പിക്കുന്ന ചെറിയ ചെറിയ പദങ്ങളെയാണ് വിഭക്തി പ്രത്യയങ്ങളെന്ന് പറയുന്നത്. ഏതൊക്കെയാണ് വിഭക്തി പ്രത്യയങ്ങൾ? അത് ഇതാണ്: നേ, കോ, സേ, കാ, കേ, കീ, മേം, പർ. ശ്രദ്ധിക്കണം, സർവനാമത്തിൽ ഒരു മേം ഉണ്ട്, അതിന് മായുടെ മുകളിൽ രണ്ടുവരെയും കുത്തുമുണ്ട്. വിഭക്തി പ്രത്യയത്തിൽ ഒരു മേം ഉണ്ട്, അതിന് മായുടെ മുകളിൽ ഒരു വരയും കുത്തും മാത്രമാണുള്ളത്. ഈ വിഭക്തി പ്രത്യയങ്ങൾ ഓരോന്നും സർവനാമത്തിനോടുകൂടി ചേരുമ്പോൾ സർവനാമത്തിന് വരുന്ന പരിവർത്തനമെന്ന് നമുക്ക് നോക്കാം. അതിൽ ആദ്യത്തെ സർവനാമം ഏതാണ്? യഹ് എന്ന് പറയുന്ന സർവനാമമാണ്. ആ യഹ് എന്ന് പറയുന്ന സർവനാമത്തിനോടുകൂടി ഓരോ വിഭക്തി പ്രത്യയങ്ങളും ചേരുമ്പോൾ ഉണ്ടാകുന്ന പരിവർത്തനം എന്താണെന്നൊന്ന് ശ്രദ്ധിക്കാം. വളരെ സിമ്പിളായിട്ട് ഓർത്തിരിക്കാവുന്ന ഒരു കാര്യമാണ്. നമ്മൾ അത് ഇങ്ങനെയാണ് എഴുതുന്നത്: യഹ് എന്ന് പറയുന്ന സർവനാമം പ്ലസ് നേ. ഇതെല്ലാം ചേർത്ത് പറയണം. നേ എന്ന് പറയുന്ന വിഭക്തി പ്രത്യയം. യഹിന്റെ കൂടെ നേ ചേരുമ്പോൾ ഇസ് എന്ന് മാറിയിട്ട് അതിന്റെ കൂടെ നേ കൂടെ വരണം. അപ്പോൾ എന്താ വരുന്നത്? യഹ് പ്ലസ് നേ ഇസ്നേ എന്നാണ് വരുന്നത്. യഹ് പ്ലസ് നേ ഇസ്നേ. അപ്പോൾ എളുപ്പത്തിൽ ഓർത്തിരിക്കാൻ ഒരു കാര്യം പറയാം. യഹിന്റെ കൂടെ ഏത് വിഭക്തി പ്രത്യയം ചേർന്നാലും ഇസ് എന്ന് പറഞ്ഞതിന് ശേഷം ആ വിഭക്തി പ്രത്യയങ്ങൾ ഓരോന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ യഹ് പ്ലസ് നേ ഇസ്നേ, യഹ് പ്ലസ് കോ ഇസ്കോ, യഹ് പ്ലസ് സേ ഇസുസേ, യഹ് പ്ലസ് കാ ഇസ്ക, യഹ് പ്ലസ് കെ ഇസ്കെ, യഹ് പ്ലസ് കി ഇസ്കി, യഹ് പ്ലസ് മേം ഇസ്മേം, യഹ് പ്ലസ് പർ ഇസ്പർ. അങ്ങനെ വരും. അപ്പോൾ സർവനാമത്തിന്റെ ചേഞ്ച് ഒന്ന് കണ്ടല്ലോ. യഹിന്റെ കൂടെ വിഭക്തി പ്രത്യയങ്ങൾ ചേരുമ്പോൾ സർവനാമത്തിന് വരുന്ന പരിവർത്തനം എന്താണ്? ഇസ് എന്ന് മാറും. ഇതുപോലെ തന്നെ വഹ് എന്ന് പറയുന്ന സർവനാമത്തിനോടുകൂടി ഓരോ വിഭക്തി പ്രത്യയങ്ങൾ ചേരുമ്പോൾ ആ സർവനാമത്തിന് വരുന്ന പരിവർത്തനം എന്താണോ? ഉസ് എന്നാണ്. ഉസ് എന്ന് മാറും. ഉസ് എന്ന് മാറിയിട്ട് ഓരോ വിഭക്തി പ്രത്യയങ്ങളും പറയുക. അപ്പോൾ ഉസ്നെ, ഉസ്കോ, ഉസ്സേ, ഉസ്ക, ഉസ്കെ, ഉസ്കി, ഉസ്മേം, ഉസ്പർ എന്നാണ് വരുന്നത്. ഇതുപോലെ തന്നെ യഹിന്റെ ബഹുവചന രൂപമാണ് യേ എന്ന് പറയുന്ന സർവനാമം. ഒരു ചെറിയ വ്യത്യാസമുണ്ട്. യേ എന്ന് പറയുന്ന സർവനാമത്തിനോട് കൂടി നേ ചേരുമ്പോൾ വരുന്നത് ഇനോംനെ എന്നാണ്. ഇനോംനെ, ഇനോംനെ എന്നാണ് വരുന്നത്. ഇനോംനെ. നമ്മൾ അത് എഴുതുന്നത് ഇൻഹോംനെ എന്നാണ്. പക്ഷേ നമ്മളത് വായിക്കുന്നത് ഇനോംനെ എന്നാണ്. ഇനോംനെ. ബാക്കിയുള്ള ഏത് വിഭക്തി പ്രത്യയങ്ങൾ ചേർന്നാലും വരുന്നത് ഇന്നെന്ന് പറഞ്ഞിട്ട് ബാക്കി വിഭക്തി പ്രത്യയങ്ങൾ പറഞ്ഞാൽ മതി. അപ്പോൾ എ പ്ലസ് കോ ഇൻകോ, എ പ്ലസ് സേ ഇൻസെ, എ പ്ലസ് ക ഇൻക, എ പ്ലസ് കെ ഇൻകെ, എ പ്ലസ് കി ഇൻകി, എ പ്ലസ് മേൻ ഇൻമേൻ, എ പ്ലസ് പർ ഇൻപർ. അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ എ ചേരുമ്പോഴത്തേക്ക് ശ്രദ്ധിക്കേണ്ടത് എന്താണ്? എയുടെ കൂടെ നേ ചേരുമ്പോൾ ഇനോംനെ എന്ന് വരും. ബാക്കി ഓരോന്ന് ചേരുമ്പോഴും ഇന്നെന്ന് പറഞ്ഞിട്ട് ആ വിഭക്തി പ്രത്യയങ്ങൾ പറയുക. ഇനി വഹിന്റെ ബഹുവചനം ഏതാ? വഹിന്റെ ബഹുവചനം വേ എന്ന് പറയുന്ന സർവനാമമാണ്. വേ, വേ. അപ്പോൾ വേയുടെ കൂടെ ചേരുമ്പോഴത്തേക്കോ വേയുടെ കൂടെ നേ ചേരുമ്പോൾ ഇതുപോലുള്ള വ്യത്യാസമുണ്ട്. ഉനോംനെ എന്നാണ് വരുന്നത്. നമ്മൾ എഴുതുന്നത് ഉനുഹോംനെ എന്നാണ്, പക്ഷെ വായിക്കേണ്ടത് ഉനോംനെ എന്നാണ്. അവിടെ ഹാ നമ്മൾ ഉച്ചരിക്കാൻ പാടില്ല. അപ്പൊ ഉനോംനെ എന്ന് വരും.
ഉനോംനെ കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ഏത് വിഭക്തി പ്രത്യയം ചേർന്നാലും പിന്നെ നമ്മള് ഉന്നെന്ന് പറഞ്ഞിട്ട് വിഭക്തി പ്രത്യയങ്ങൾ ഓരോന്നും പറഞ്ഞാൽ മതി. അപ്പോൾ ഉൻകോ, ഉൻസെ, ഉൻക, ഉൻകെ, ഉൻകി, ഉൻമേ, ഉൻപർ എന്ന് പറയും. അപ്പൊ നേ, കോ, സേ അങ്ങനെ ചേർത്ത് നമ്മൾ എഴുതിയാൽ നേ, കോ, സേ, കാ, കേ, കീ, മേം, പർ ഇങ്ങനെ നമ്മൾ എഴുതിയാൽ നമുക്കിത് ഓരോന്നും ഇങ്ങനെ നമുക്ക് ചേർത്ത് എഴുതാം. വേയുടെ കൂടെ ഓരോ വിഭക്തി പ്രത്യയങ്ങൾ ചേരുമ്പോഴത്തേക്ക് ഉനോംനെ, ഉൻകോ, ഉൻസെ, ഉൻക, ഉൻകെ, ഉൻകി, ഉൻമേം, ഉൻപർ. ഇനി അടുത്ത വിഭക്തി പ്രത്യയം ഏതാണ്? അടുത്തത് മെയിം ആണ്. മായുടെ മുകളിൽ 2 വരെയും കുത്തുമുള്ള മെയിം ആണ്. മെയിമിന്റെ കൂട്ടത്തില് നേ ചേരുമ്പോഴത്തേക്ക് ഒരു വ്യത്യാസവും വരില്ല. എന്താണ് വരുന്നതെന്ന് അറിയാമോ? മെയിം നേ എന്ന് മാത്രമേ വരുള്ളൂ. മെയിം നേ ഇങ്ങനെയാണ് വരുന്നത്. അത് ചേർത്ത് അതുപോലെ എഴുതിയാൽ മതി. ബാക്കിയുള്ള വിഭക്തി പ്രത്യയങ്ങൾ ഓരോന്ന് ചേരുമ്പോഴത്തേക്ക് വരുന്ന മാറ്റം നമുക്ക് ശ്രദ്ധിക്കാം. മെയിമിന്റെ കൂട്ടത്തില് കോ ചേരുമ്പോഴത്തേക്ക് വരുന്നത് നോക്കൂ. മെയിം പ്ലസ് കോ. മെയിം പ്ലസ് കോ എന്താണ്? മുച്ചുക്കോ എന്നാണ്. മുച്ചുക്കോ. അതുപോലെ മെയിം പ്ലസ് സേ എന്ന് വരും? മുച്ചുസേ എന്ന് വരും. മെയിം പ്ലസ് കാ, കേക്കി വരുമ്പോഴത്തേക്ക് മേരാ, മേരേ, മേരി. അടുത്തതോ മുച്ചുമേം, മുച്ചുമേം, മുച്ചുപ്പർ ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ചേർത്ത് നമുക്ക് സ്പീഡിൽ പറയാം. മൈംനെ, മുച്ചുക്കോ, മുച്ചുസേ, മേരാ, മേരേ, മേരി, മുച്ചുമേം, മുച്ചുപ്പർ എന്ന് പറയാം. അടുത്ത സർവനാമം ഏതാണ്? അടുത്ത സർവനാമം? ഹം എന്ന് പറയുന്നതാണ്. അപ്പോ ഹം എന്ന് പറയുന്ന സർവനാമത്തിന്റെ കൂടെ ഇത് ഏതാണ്ട് ഇതുപോലെ തന്നെയാണ്. ഹമ്മിന്റെ കൂടെ നേ ചേരുമ്പോഴത്തേക്ക് എന്താ വരുന്നത്? ഹംനെ. ഹമ്മിന്റെ കൂടെ കോ ചേരുമ്പോഴോ ഹംകോ എന്നാണ്. എങ്ങനെയാ വരുന്നത്? ഹംകോ. ഹം പ്ലസ് കോ എന്താ വരുന്നത്? ഹംകോ. ഹംകോ എന്ന് പറയും. അപ്പൊ സേ ചേരുമ്പോ എന്ത് വരും? ഹംസേ എന്ന് വരും. ഇനി കാക്കേക്ക് ചേരുമ്പോഴത്തേക്ക് വരുന്നത് ശ്രദ്ധിക്കുക. ഹമാര, ഹമാരേ, ഹമാരി. അടുത്തത് ഹം, മേം, ഹം, പർ ഇങ്ങനെയാണ് വരുന്നത്. ഹം പർ. അപ്പോൾ മേമിന്റെ കൂട്ടത്തിൽ ചേരുന്നത് നമ്മൾ ആദ്യം കണ്ടു. മെയിംനെ, മുച്ചുക്കോ, മുച്ചുസേ, മേര, മേരെ, മേരി, മുജുമേം, മുച്ചുപ്പർ. ഇത് മെയിമിന്റെ ബഹുവചനമാണ് ഹം. ഹമ്മിന്റെ കൂടെ ചേരുമ്പോൾ ഹംനെ, ഹംകോ, ഹംസെ, ഹമാര, ഹമാരെ, ഹമാരി, ഹമ്മേം, ഹംപർ. ഇനി അടുത്ത സർവനാമം ഏതാണ്? തു ആണ്. തു. തുവിന്റെ കൂടെ ചേരുമ്പോഴത്തേക്ക് എന്താ വരുന്നതെന്ന് അറിയാമോ? തു പ്ലസ് നേ വരുന്നത് തൂനെ എന്നാണ്. തു പ്ലസ് നേ തൂനെ എന്നാണ് വരുന്നത്. തൂനെ. തു പ്ലസ് കോ എന്താണ്? അത് മെയിൻ പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് തൂവിന്റെ വളരെ പെട്ടെന്ന് പഠിക്കാൻ പറ്റും. തുച്ചുക്കോ എന്ന് വരും. എന്താ വരുന്നത്? തുച്ചുക്കോ. അടുത്തതോ തുച്ചുസേ. തുച്ചുസേ. അടുത്തത് നമ്മൾ അവിടെ മേര, മേരെ, മേരി എന്ന് പറഞ്ഞതുപോലെ ഇവിടെ വരുമ്പോഴത്തേക്ക് തു പ്ലസ് കാ തേര, തു പ്ലസ് കെ തേരെ, തു പ്ലസ് കി തേരി. അടുത്തതോ തുച്ച് മേം, തുച്ചുപ്പർ. ഇനി അടുത്ത സർവനാമം ഏതാണ്? അടുത്ത സർവനാമം ഒന്ന് ഓർത്തു നോക്കിക്കേ. അടുത്ത സർവനാമം എന്താണ്? അടുത്ത സർവനാമം തുമ്മാണ്. തും. തുമ്മിന്റെ കൂട്ടത്തിൽ നേ ചേരുമ്പോഴത്തേക്കോ തുംനെ എന്ന് വരും. തുംനെ. അടുത്തതോ തുംകോ. അടുത്തത് തുംസേ. കാക്കയ്ക്ക് ചേരുമ്പോൾ മാത്രമുള്ള ശ്രദ്ധിക്കുക തുമ്മാര എന്നാണ്. നമ്മൾ എഴുതുന്ന നോക്കിക്കേ. തു എഴുതിയിട്ട് മായുടെ പകുതിയും ഹായും കൂടിയാണ് എഴുതിയത്. അപ്പൊ ഇത് വായിക്കേണ്ടത് തുമാര എന്നാണ്. പക്ഷേ ഇതെന്താണ്? എങ്ങനെയാണ് എഴുതേണ്ടത്? എഴുതുന്നത് പോലെ വായിച്ചാൽ തുംഹാര എന്നാണ്. പക്ഷെ നമ്മള് കറക്റ്റ് ആയിട്ടുള്ള അതിന്റെ പ്രൊനൗൺസിയേഷൻ എന്ന് പറയുന്നത് തുമാര എന്നാണ്. അപ്പൊ കാ ചേരുമ്പോൾ തുമാര, കെ ചേരുമ്പോൾ തുമാരേ, കി ചേരുമ്പോൾ തുമാരി. പിന്നെ ഇവിടെ എന്ത് വരും? തും മേം, തും പർ എന്ന് വരും. അടുത്ത സർവനാമം ഓർമ്മയുണ്ടോ? തു, തും. അടുത്തത് ആപ്പാണ്. ആപ്പ് ചേരുമ്പോഴത്തേക്ക് എന്താ വരുന്നത്? ആപ്പ് എന്ന് പറയുന്ന സർവനാമത്തിന് ഒരു പ്രത്യേകതയുണ്ട്. അത് ഏത് വിഭക്തി പ്രത്യയമായിട്ട് ചേർന്നാലും ഒരു വ്യത്യാസവും വരില്ല. അപ്പോൾ ആപ്നെ, ആപ്കോ, ആപ്സെ, ആപ്ക, ആപ്കെ, ആപ്കി, ആപ്മേം, ആപ്പർ അങ്ങനെയാണ് വരുന്നത്.
അപ്പോൾ അത് നിങ്ങൾക്ക് പഠിക്കാനായിട്ട് എളുപ്പമുണ്ട് ആപ്പിന്റെ കൂട്ടത്തിൽ വന്നു കഴിഞ്ഞാൽ. പക്ഷെ ഒരു കാര്യം ഓർക്കണം, 10ാം ക്ലാസ്സിലെ പരീക്ഷയ്ക്ക് ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലും ആപ്പ് ചേർത്തിട്ടുള്ള ഒരു സർവനാമത്തിന്റെ വ്യത്യാസം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടില്ല. കാരണം അത്രയും മണ്ടൻ ക്വസ്റ്റ്യൻ ഒരിക്കലും ചോദിക്കാനുള്ള ഒരു സാധ്യതയും ഇല്ല. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ പരിവർത്തനം ശരിക്കും വരുന്ന ചില വാക്കുകൾ എടുത്തിട്ടാണ് അവർ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ക്വസ്റ്റ്യൻ ഞാൻ ഇതിന്റെ പുറകിൽ പറയാം, ഏതെല്ലാം ക്വസ്റ്റ്യൻ വരുമെന്നും ആ ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ ആ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ചോദിക്കുന്നതെന്നും അത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ എങ്ങനെ ആൻസർ എഴുതാമെന്നെല്ലാം ഞാൻ ഈ ക്ലാസ്സിൽ പറഞ്ഞു തരാം. അപ്പോ അടുത്ത സർവനാമം ഏതാണ്? അടുത്തത് ആപ്പ് വരെ നമ്മൾ പറഞ്ഞു. അടുത്തത് ഏതാണ്? കോൻ, കോയി, ജോ. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. കോൻ എന്ന് പറയുന്ന ആ സർവനാമം അതിന് ഏകവചനവുമുണ്ട് ബഹുവചനവുമുണ്ട്. കോൻ എന്ന് പറയുന്ന ആ സർവനാമത്തിന് ഏകവചനവുമുണ്ട് ബഹുവചനമുണ്ട്. കോന്റെ ഏകവചനത്തിനാണ് വരുന്നതെങ്കിൽ, കോൻ ഏകവചനം ആണെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഏകവചനത്തിലാണെങ്കിൽ കിസ് എന്ന് പറഞ്ഞതിന് ശേഷം നമ്മൾ വിഭക്തി പ്രത്യയങ്ങൾ ഓരോന്നും പറയണം. കിസ് എന്ന് പറഞ്ഞതിന് ശേഷം. അപ്പോൾ കിസ്നെ, കിസ്കോ, കിസുസെ, കിസ്ക, കിസ്കെ, കിസ്കി, കിസ്മേം, കിസ്പർ. കോൻ ഏതിലെ വരുമ്പോഴാണ്? ഏകവചനത്തിൽ വരുമ്പോൾ. ശ്രദ്ധിക്കണം, കോൻ ഏകവചനത്തിൽ വരുമ്പോൾ കിസ്നെ, കിസ്കോ, കിസുസെ, കിസ്ക, കിസ്കെ, കിസ്കി, കിസ്മേം, കിസ്പർ എന്ന് വരും. ഇനി കോൻ ബഹുവചനത്തിൽ വരുമ്പോഴത്തേക്കോ കോൻ പ്ലസ് നേ എന്താണ് വരുന്നതെന്ന് അറിയാമോ? കിനോംനെ എന്നാണ് വരുന്നത്. കിനോംനെ. ബാക്കിയുള്ള ഏത് വിഭക്തി പ്രത്യയം ചേർന്നാലും കിന്നെന്ന് പറഞ്ഞിട്ട് ആ വിഭക്തി പ്രത്യയങ്ങൾ ഓരോന്നും പറയുക. അപ്പൊ കിനോംനെ, കിൻകോ, കിൻസെ, കിൻക, കിൻകെ, കിൻകി, കിൻമേൻ, കിൻപാർ. അങ്ങനെയാണ് വരുന്നത്. അപ്പൊ കോനിന്റെ 2 പഠിച്ചല്ലോ. കോൻ ഏകവചനത്തിൽ വരുമ്പോഴത്തേക്ക് കിസ് എന്ന് പറഞ്ഞിട്ട് വിഭക്തി പ്രത്യയങ്ങൾ ഓരോന്ന് പറയുക. കോൻ ബഹുവചനത്തിൽ വരുമ്പോഴത്തേക്ക് നേ ചേരുമ്പോൾ കിനോംനെ എന്ന് പറയുക. ബാക്കിയുള്ളതിനെല്ലാത്തിനും കിൻ എന്ന് പറഞ്ഞിട്ട് ബാക്കി പറയുക. അപ്പൊ കിനോംനെ, കിൻകോ, കിൻസെ, കിൻക, കിൻകെ, കിൻകി, കിൻമേ, കിൻപാർ. അങ്ങനെ വരും. ഇനി ഇതേപോലെ തന്നെയുള്ളതാണ് കോയി. കോയിക്കും ഉണ്ട് ഏകവചനവും ബഹുവചനവും ഉണ്ട്. നമുക്ക് അത് നോക്കാം. അടുത്തത് നമുക്ക് കോയി. കോയി കോയി വരുമ്പോഴത്തേക്ക് അതിന്റെ ഏകവചനത്തിൽ നമുക്ക് എന്ത് വരാം? കോയി വരുമ്പോൾ നേരത്തെ കോനിനായപ്പോൾ കിസ് എന്ന് പറഞ്ഞുവെങ്കിൽ കോയിക്കാണെങ്കിൽ ഏകവചനത്തിൽ കിസി എന്ന് ചേർത്താൽ മതി. കിസി ഇങ്ങനെ വരും. അപ്പോൾ കിസീനെ, കിസിക്കോ, കിസിസെ, കിസിക, കിസികെ, കിസിക്കി, കിസിമേം, കിസിപ്പാർ. ഇങ്ങനെയാണ് വരുന്നത്. ഇനി കോയിയുടെ ബഹുവചനത്തിലാണെങ്കിലോ നേരത്തെ ഇവിടെ കിനോംനെ എന്ന് നമ്മൾ കോനിന് പറഞ്ഞുവെങ്കിൽ ഇതിവിടെ വരുമ്പോഴത്തേക്ക് കിനീം എന്ന് ചേർക്കണം. കിനീം, കിനീം നേ ഇങ്ങനെയാണ് വരുന്നത്. കിനീം നേ. അപ്പോൾ താഴോട്ടുള്ളതിനൊക്കെ കിനീം അങ്ങനെ ചേർത്ത് തന്നെ പറഞ്ഞാൽ മതി. കിനീം. അപ്പോ കിനീം നേ, കിനീം കോ, കിനീം സേ, കിനീം കാ, കിനീം കെ, കിനീം കി, കിനീം മേം, കിനീം പർ. ഇങ്ങനെയാണ് വരുന്നത്. ഇനി ലാസ്റ്റ് ഒരെണ്ണം കൂടിയുണ്ട് സർവനാമത്തില്. അതേതാണ്? ജോ എന്നുള്ളതാണ്. ജോ. അപ്പോൾ ജോയ്ക്കുണ്ടല്ലോ ഏകവചനവും ബഹുവചനവും. ജോ എന്ന് പറയുന്ന സർവനാമത്തിനുമുണ്ട് ഏകവചനവും ബഹുവചനവും. അത് നമുക്ക് നോക്കാം. ജോ എന്ന് പറയുന്നത് എന്താണ് അതിന്റെ അർത്ഥം? യാതൊന്ന്. അപ്പോൾ ജോ ചേർക്കുമ്പോഴത്തേക്ക് ഏകവചനത്തിലാണെങ്കിൽ ജിസ് എന്ന് പറഞ്ഞതിന് ശേഷം വിഭക്തി പ്രത്യയങ്ങൾ ഓരോന്നും പറയുക. അപ്പോൾ ജിസ്നെ, ജിസ്കോ, ജിസുസെ, ജിസ്ക, ജിസ്കെ, ജിസ്കി, ജിസ്മേം, ജിസ്പർ. അങ്ങനെ വരും. ഇനി ജോ എന്ന് പറയുന്നതിന്റെ ബഹുവചനം വന്നാലോ ജിനോംനെ. ജിനോംനെ, ജിനോംനെ. പിന്നെയോ ജിൻ എന്ന് പറഞ്ഞിട്ട് ബാക്കി വിഭക്തി പ്രത്യയങ്ങൾ പറഞ്ഞാൽ മതി. അപ്പോൾ ഞാൻ ഇത് ചേർത്ത് പറയാം. ജിനോംനെ, ജിൻകോ, ജിൻസെ, ജിൻക, ജിൻകെ, ജിൻകി, ജിൻമേൻ, ജിൻപർ. അവസാനത്തെ 3 അതായത് കോൻ, കോയി, ജോ ഇതിന് 2 വീതമുണ്ട്. 2 പരിവർത്തനം വീതം വരുന്നത്. അതെങ്ങനെ വരുന്നതാണ്? അത് ഏകവചനത്തിലും ബഹുവചനവും വരുന്നതാണ്. കോനിനുമുണ്ട് ഏകവചനം ബഹുവചനം, കോയിക്കുണ്ട് ഏകവചനവും ബഹുവചനവും, ജോയിക്കുണ്ട് ഏകവചനവും ബഹുവചനവും. ഇപ്പൊ നമ്മൾ പഠിച്ചു തീർന്നത് സർവനാമം മുഴുവനും പഠിച്ചു, വിഭക്തി പ്രത്യയം പഠിച്ചു. സർവനാമത്തിനോടുകൂടി വിഭക്തി പ്രത്യയങ്ങൾ ചേരുമ്പോഴത്തേക്കുണ്ടാകുന്ന പരിവർത്തനം എന്താണെന്നും നമ്മൾ പഠിച്ചു. ഇനി എങ്ങനെയാണ് ഇതിൽ നിന്ന് 10ാം ക്ലാസ്സിലെ പരീക്ഷയ്ക്ക് ചോദ്യം ചോദിക്കുന്നത്? ശ്രദ്ധിച്ചു കേട്ടോളൂ.
ഉദാഹരണത്തിന് വേണ്ടിയിട്ട് ഉസ്കെ ഇൻവെർട്ടർ കോമയിലിട്ട് വരും. ഉസ്കെ മേം നിഹിത് നിഹിത് സർവനാം ക്യാ ഹേ? ഇതാണ് ക്വസ്റ്റ്യൻ. ഉസ്കെ മേം നിഹിത് സർവനാം ക്യാ ഹേ? ഉസ്കെ എന്ന് പറയുന്ന ഈ വേർഡിൽ വരുന്ന സർവനാമം ഏതാണ്? അപ്പോൾ ഇതറിയാൻ പാടില്ലെങ്കിൽ നമ്മള് കയറി എഴുതുന്നത് ഉസ്സെന്ന് ചിലപ്പോൾ എഴുതിക്കളയും. സർവനാമം ഏതാണെന്ന് ചോദിച്ചാൽ ഉസ്സെന്ന് നമ്മൾ എഴുതിക്കളയും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക, ഉസ്കെ ഏതൊക്കെ ചേർന്നപ്പോഴാണ് വന്നത്? നമുക്ക് മനസ്സിലാകാം, വഹ് പ്ലസ് കെ ചേരുന്നതാണ് ഉസ്കെ. അപ്പൊ ഇതിനകത്ത് കെ എന്ന് പറയുന്നത് എന്താ? വിഭക്തി പ്രത്യയമാണ്. അപ്പോൾ വഹാണ് സർവനാമം. അപ്പൊ ഉസ്കെ മേ നിഹിത് സർവനാം ക്യാ ഹേ? ഉത്തരം വഹാൻ. അതുപോലെ ഇസ്കെ മേ നിഹിത് സർവനാം ക്യാ ഹേ? ഇസ്കെ. അതിലെ സർവനാമം ഏതാണ്? അതിലെ സർവനാമം യഹാണ്, അല്ലെ? കാരണം യഹു പ്ലസ് കെ ആണ് ഇസ്കെ. അതുകൊണ്ട് ഇസ്കെയിലുള്ള സർവനാമം ഏതാണ്? യഹ്. മറക്കണ്ട. ഇനി മറ്റൊരു കുഴപ്പിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ പറയാം. അതായത് ഉസേമേം നിഹിത് സർവനാം ക്യാ ഹേ? ഉസേമേം നിഹിത് സർവനാം ക്യാ ഹേ? നോക്ക, ഈ ഉസേയില് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് കാക്കേ കിനേക്കോ സേ കാക്കേ കി മേമ്പർ ഇതൊന്നും കാണുന്നില്ല. പക്ഷേ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, വഹ് പ്ലസ് കോ ഉസ്കോ അല്ലെങ്കിൽ ഉസേ എന്നാണ്. വഹു പ്ലസ് കോ ഉസ്കോ അല്ലെങ്കിൽ ഉസേ എന്നാണ്. ഇതുപോലെ തന്നെ യഹ് പ്ലസ് കോ ഇസ്കോ അല്ലെങ്കിൽ ഇസേ എന്നുണ്ട്. അതുപോലെ എ പ്ലസ് കോ, എ ഉണ്ടല്ലോ, എ പ്ലസ് കോ. എ പ്ലസ് കോ എന്താ? ഇൻകോ. ഇൻകോ അല്ലെങ്കിൽ ഇനേം. ഇനേം. ഇതുപോലെ വേ പ്ലസ് കോ ഉണ്ട്. വേ പ്ലസ് കോ എന്താ നമ്മൾ പഠിച്ചിരിക്കുന്നത്? ഉൻകോ എന്നാണ്. വേ പ്ലസ് കോ എന്ത് പഠിച്ചിട്ടുണ്ട്? ഉൻകോ. പക്ഷേ ഇതിന് ഉനേം എന്നും കൂടെ പറയാം. ഉനേം അങ്ങനെയും പറയാം. അപ്പോൾ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് ഉനേം മേം നിഹിത് സർവനാം ക്യാ ഹേ? ഇതായിരിക്കും തരുന്നത്. ഉനേം കണ്ടിട്ടുമില്ല, നമ്മൾ പഠിച്ചിട്ടുമില്ല നമുക്ക് തോന്നും. പക്ഷേ അത് വേ പ്ലസ് കോ ഉൻകോ അല്ലെങ്കിൽ ഉനേം എന്നാണ്. ഇനി മറക്കണ്ട. അതുപോലെ എ പ്ലസ് കോ ഇൻകോ അല്ലെങ്കിൽ ഇനേം. അപ്പൊ ഇനേം മേം നിഹിത് സർവനാം ചോദിച്ചാൽ എ, ഉനേം മേം നിഹിത് സർവനാം ചോദിച്ചാൽ വേ. ഇതേപോലെ തന്നെ എല്ലാത്തിനും ഉണ്ട്. കോ ചേരുന്ന എല്ലാ സർവനാമങ്ങൾക്കും ഉണ്ട്. അപ്പോൾ ഞാനിപ്പോ പറഞ്ഞത് എയും വേയും പറഞ്ഞു. മെയിം പ്ലസ് കോ എന്താണ്? മേം പ്ലസ് കോ. മേം പ്ലസ് കോ മുച്ചുക്കോ ആണ്. മുച്ചുക്കോ അല്ലെങ്കിൽ മുച്ചേ എന്നാണ്. മുച്ചേ. അപ്പോൾ മുച്ചേമേ നിഹിത് സർവനാം മേം. അതുപോലെ ഹം പ്ലസ് കോ ഉണ്ട്. ഹം പ്ലസ് കോ. ഹം പ്ലസ് കോ ഹംകോയാണ്. ഹംകോ അല്ലെങ്കിൽ ഹമേം എന്ന് പറയും. അപ്പൊ ഹമേം മേം നിഹിത് സർവനാം ക്യാ ഹേ? അം. ഹമ്മാണ്. അത് ഓർത്തിരിക്കണം. അതുപോലെ തന്നെ തുച്ചുക്കോ. തുച്ചുക്കോ അല്ലെങ്കിൽ തുച്ഛേ. തുച്ചുക്കോ അല്ലെങ്കിൽ തുച്ഛേ. തുച്ഛേമേ നിഹിത് സർവനാം തു ആണ്. തു. അതുപോലെ തുമേം എന്നുകൊണ്ട് തുമേം. തും പ്ലസ് കോ അതിന് തുമേം എന്ന് പറയും. തുമേം. അപ്പൊ തുമേം മേ നിഹിത് സർവനാം ക്യാ ഹേ? എന്താണ്? തും. തുമേം മേ നിഹിത് സർവനാം ക്യാ ഹേ എന്ന് ചോദിച്ചാൽ ഉത്തരം തും എന്നാണ്. ഇപ്പൊ നമ്മൾ തു തും ആ അത്രയും തീർന്നു. ഇനി അടുത്തത് കോന്റെ കാര്യം കൂടെ പറയണം. കോൻ പ്ലസ് കോ എന്താണ് വരുന്നത്? കോൻ പ്ലസ് കോ. ഏകവചനത്തിലാണെങ്കിൽ കോൻ പ്ലസ് കോ കിസ്കോ എന്നാണ് നമ്മൾ പറഞ്ഞത്. കിസ്കോ അല്ലെങ്കിൽ കിസേ എന്നുണ്ട്. കിസ്കോ അല്ലെങ്കിൽ കിസേ. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ അവിടെ വരുന്നത് കിസേമേ നിഹിത് സർവനാം ക്യാ ഹേ എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് ഉത്തരം പറയും? കോൻ ആണ് അതിന്റെ ഉത്തരം. മറക്കണ്ട. അതുപോലെ കോൻ ബഹുവചനത്തിൽ ചോദിക്കുമ്പോഴത്തേക്ക് കോൻ പ്ലസ് കോ എന്താണ് വരുന്നത്? കിൻകോ എന്നാണ് വരുന്നത്. കിൻകോ അല്ലെങ്കിൽ കിനേം എന്നാണ്. കിനേം. അപ്പോൾ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് 10ാം ക്ലാസ്സിൽ ചോദിക്കുന്നത്? കിനേം മേം നിഹിത് സർവനാം ക്യാ ഹേ? അപ്പോഴും ഉത്തരം എന്തു തന്നെയാണ്? കോൻ എന്നാണ്. സർവനാമം കോൻ ആണ്. ഇനി നമുക്ക് അടുത്തുള്ള ഏതാണ്? കോയി എന്നാണ്. കോയിയിലും ഉണ്ടല്ലോ കോ പ്രത്യേകം ചേർന്ന് വരുന്നത്.
അപ്പോൾ എന്താ വരിക? കോയി പ്ലസ് കോ. കോയി, നമുക്ക് നോക്കാം. കോയി പ്ലസ് കോ എന്താണ്? ഏകവചനത്തിൽ വരികയാണെങ്കിൽ കിസിക്കോ എന്നാണ് വരുന്നത്. ഇവിടെ വരുന്നത് എന്താണ്? കിസിക്കോ എന്ന് വരും ഏകവചനമാണെങ്കിൽ. കിസിക്കോ. ആ കിസിക്കോ അല്ലെങ്കിൽ എന്ത് പറയും? കിസി എന്ന് പറയും. കിസി. അപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് എങ്ങനെയായിരിക്കും? കിസി മേം നിഹിത് സർവനാം ക്യാ ഹേ? എന്താ നിങ്ങൾ ഉത്തരം പറയേണ്ടത്? കോയി. ഇനി കോയി ബഹുവചനത്തിൽ വരുമ്പോഴത്തേക്ക് എന്താ വരുന്നത്? കോയി പ്ലസ് കോ കിനീം കോ എന്നാണ് വരുന്നത്. കോയി പ്ലസ് കോ കിനീം കോ എന്ത് വരും? കിനീം കോ എന്ന് വരും. അപ്പോൾ കിനീം കോ അഥവാ കിനീം എന്ന് വരും. കിനീം. അപ്പൊ നിങ്ങൾ എന്ത് പറയും? പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് എങ്ങനെയാ? കിനീം മേം നിഹിത് സർവനാം ക്യാ ഹേ എന്ന് പറയും. അപ്പൊ ഉത്തരം പറയേണ്ടത് എന്താണ്? കോയി. ഇനി ഒരെണ്ണം ബാക്കിയുണ്ട്. ജോ എന്ന് പറയുന്ന സർവനാമം. ജോ എന്ന് പറയുന്ന സർവനാമത്തിന് കൊണ്ട് ഇതുപോലെ ജോയുടെ കൂടെ കോ ചേരുമ്പോൾ എന്താണ് നമ്മൾ പഠിച്ചു? അതെന്താണ്? ജിസ്കോ. അതെപ്പോഴാ വരുന്നത്? ഏകവചനത്തിൽ വരുമ്പോഴാണ്. ജിസ്കോ അല്ലെങ്കിൽ ജിസേ എന്ന് പറയും. ജിസ്കോ അല്ലെങ്കിൽ ജിസേ. അവിടുത്തെ ക്വസ്റ്റ്യൻ എങ്ങനെയാണ്? ജിസേമേ നിഹിത് സർവനാം ക്യാ ഹേ? എന്താ ഉത്തരം പറയുക? ജോ. ഇനി ഇതിന്റെ ബഹുവചനത്തിൽ പറയാം. ജോ പ്ലസ് കോ ബഹുവചനം വരുമ്പോ എന്ത് പറയും? ജിൻകോ. എന്താണ് അതിന്റെ ബ്രാക്കറ്റിൽ വരേണ്ടത്? ജിനേം എന്നാണ്. ജിനേം. അപ്പോൾ ചോദിക്കുന്ന ചോദ്യം എന്താണ്? ജിനേം മേം നിഹിത് സർവനാം ക്യാ ഹേ? അപ്പൊ നിങ്ങളുടെ ഉത്തരം എന്തായിരിക്കണം? ജോ എന്നായിരിക്കണം. നിങ്ങൾ ഒരു കാര്യം ഓർക്കുക, പരീക്ഷയ്ക്ക് ജിൻകോ എന്ന് ചോദിച്ചില്ലെങ്കിൽ ജിനേം എന്ന് ചോദിച്ചിരിക്കും. അപ്പോൾ ജിനേം എന്ന് വരുമ്പോ കോ ചേർന്ന് വരുമ്പോഴത്തേക്ക് ഇങ്ങനെ ഒരു ഷോർട്ട് ഫോമും കൂടെ ഉണ്ട്. ആ ഷോർട്ട് ഫോം പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് നിങ്ങളെ തെറ്റിക്കാൻ വേണ്ടി മാത്രമാണ്. അപ്പോൾ നല്ല വ്യക്തമായിട്ട് പഠിച്ചെങ്കിൽ മാത്രമേ അത് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് എഴുതാൻ സാധിക്കുകയുള്ളൂ. 2 മാർക്ക് ഏത് 10ാം ക്ലാസ്സിലെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയാലും നിങ്ങൾക്ക് 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ അതിനകത്തുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ചത് സർവനാമങ്ങളും വിഭക്തി പ്രത്യയങ്ങളും അവ കൂടിച്ചേരുമ്പോൾ സർവനാമങ്ങൾക്കുണ്ടാകുന്ന പരിവർത്തനവുമാണ് പഠിച്ചത്. ഇത് നല്ലവണ്ണം വീഡിയോ ആവർത്തിച്ചിട്ട് കാണുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അത് എവിടെയെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നല്ല ഭംഗിയായിട്ട് മനസ്സിലാകും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പൊ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതിന്റെ കൂടെ ഉള്ള ഒരു ബെൽ ഐക്കണില് ഓൾ എന്ന ഓപ്ഷൻ കൂടി നിങ്ങൾ പ്രസ് ചെയ്താൽ ഇടുന്ന ഓരോ ക്ലാസും നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കും. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം, ബൈ.